അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ചെയ്യാൻ പോവാണ്. നമ്മൾ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് കുറച്ച് ചമ്മന്തിപ്പൊടി ചെയ്ത് കൊടുക്കാൻ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു. ഇത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. തേങ്ങയൊക്കെ ചമ്മന്തിപ്പൊടിക്കുള്ള തേങ്ങയാണ് ഇത് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് വറുത്തെടുക്കാം. ഈ തേങ്ങ നമ്മൾ തിരികെ എടുത്തതിന് ശേഷം മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ട്. അങ്ങനെ പൊടിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ തേങ്ങയും ഒരുപോലെ തന്നെ ആയി കിട്ടും. പിന്നെ നന്നായിട്ട് വറുത്തെടുക്കണം. ഇതിലേക്ക് എണ്ണ ഒഴിക്കരുത്. എണ്ണ ഒഴിച്ചാൽ ഈ തേങ്ങ അങ്ങ് നമുക്ക് നല്ല പൊടിയായിട്ട് കിട്ടത്തില്ല. ചമ്മന്തി അതിങ്ങനെ കുഴഞ്ഞൊരു പരുവത്തിലേക്ക് കിട്ടത്തുള്ളൂ. എണ്ണയായി പോയാൽ നമ്മൾ സാധാരണ ഉണക്ക തേങ്ങയാണല്ലോ എടുക്കുന്നത്. അപ്പോൾ ഉണക്ക തേങ്ങയിൽ എണ്ണ പിന്നെ നമ്മൾ വീണ്ടും എണ്ണ ചേർക്കുമ്പോഴത്തേക്ക് അത് ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകും. അല്ലാതെ ഇങ്ങനെ പൊടി പോലെ കിട്ടണമെങ്കിൽ നമ്മൾ എണ്ണ ചേർക്കാതെ തന്നെ ചെറിയ തീയിൽ വറുത്തെടുക്കണം. ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ കൈയില്ലാതെ ഇങ്ങനെ ഇളക്കണം. നല്ല തീ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഒരു തുള്ളി പോലും കരിഞ്ഞു പോകാതെ ഒരേ രീതിയിൽ എല്ലാ സൈഡും ഒരേ രീതിയിൽ മൂത്ത് കിട്ടുന്ന രീതിയിൽ നമ്മളിത് ഇളക്കണം. അതുപോലെ തന്നെ നേരത്തെ ഇതിനകത്ത് എണ്ണ ചേർക്കരുതെന്ന് പറഞ്ഞ കാര്യം ഇതാണ്. ഇത് കണ്ട എണ്ണ ചേർക്കാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കാതെ നല്ല ഇതായിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതങ്ങ് നമ്മൾ ചൂട് തട്ടുമ്പം എണ്ണ ഉള്ളതാണെങ്കിൽ ചൂട് തട്ടുമ്പോൾ ഇതങ്ങ് കുഴഞ്ഞു പോകും. നല്ല പൊടിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. നമ്മൾ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഒത്തിരി ഒന്നും അല്ല, ഒരു ചെറുതായിട്ടൊന്ന് കറക്കി എടുത്തത് കൊണ്ടാണ് അതായത് ഇങ്ങനെ എല്ലാം ഒരുപോലെ തന്നെ കിടക്കുന്നത്. നമ്മളിപ്പോൾ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചുവന്നുള്ളി ഈ തേങ്ങയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരണം. തേങ്ങയുടെ കൂടെ തന്നെ അതും ഉള്ളിയും കൂടെ നന്നായിട്ട് മൂക്കും. അപ്പോൾ നമ്മൾ വീണ്ടും ഈ തേങ്ങയിലേക്ക് ഇനി അടുത്തത് പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. പെരിഞ്ജീരകം ഇച്ചിരി നല്ല രീതിയിൽ ഇട്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ പെരിഞ്ജീരകം ഇട്ടാലും നല്ല ടേസ്റ്റ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർക്കുക. ഉലുവ ഒരുപാട് ഇടരുത്, കയ്പ്പ് വരും. വളരെ കുറച്ച് മാത്രം ഉലുവ ഇട്ടാൽ മതി. ഇനി ഒരു 3-4 ഉള്ളി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ നന്നായിട്ട് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് ഇനി നമുക്കിത് മൂക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഏകദേശം പരുവായി വരുന്നു. ഈ സമയത്ത് നമുക്കിനകത്തേക്ക് പുളി ചേർക്കാം. പുളി കുരുവില്ലാതെ നന്നായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പിശി ഇട്ട് കൊടുക്കണം. ഇതിനകത്തേക്ക് വാളംപുളിയാണ് ചേർക്കുന്നത്. വാളംപുളി ഇതുപോലെ ചെറുതായിട്ട് പിശി ഒട്ടും കുരു കാണരുത്, കാരണം നമ്മളിത് പൊടിച്ച് എടുക്കാനുള്ളതാണ്. ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർക്കാണ്. കൊഞ്ച് വേറെ വറുത്താണ് ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കൊഞ്ചല്ലേ, അപ്പോൾ ഇതിനകത്ത് മണ്ണ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ കഴുകി എടുത്തിട്ടുള്ളതാണ്. എന്നാലും നമ്മളിതിനിപ്പോൾ ഇത് നമ്മൾ മുറത്തിലോട്ട് ഇട്ടിട്ട് ഒരു ചിരട്ട വെച്ച് ചെറുതായിട്ടൊന്നിങ്ങനെ പൊടിക്കുമ്പോഴത്തേക്ക് എന്നിട്ട് നമ്മളത് മുറത്തിൽ പാറ്റിയെടുക്കുമ്പോൾ മണ്ണെന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് പൊയ്ക്കോളും. അപ്പോൾ നമുക്ക് ചമ്മന്തിക്കകത്ത് മണ്ണൊന്നും കടിക്കും. ഇതൊരു ചിരട്ട വെച്ചിട്ടാണ്. ഇപ്പോൾ ചിരട്ട കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ ഞാനൊരു തേങ്ങ എടുത്ത്. അപ്പോൾ നമുക്കിത് പതുക്കെ ഒന്നിങ്ങനെ ഒന്ന് ക്രഷ് ചെയ്ത് വെക്കാം. ചെറുതായിട്ടൊന്നെങ്കിലും ഒത്തിരി പൊടിഞ്ഞു പോകുന്നത് പൊടിയാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യാം. പൊടിയും അഴുക്കും മണ്ണൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെയാണ് കളയാം. ഇങ്ങനെയാണോ പാറ്റുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്ന രീതിയിലങ്ങ് പൊടിക്കാനായിട്ട് കുറച്ച് ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം. ഇതിൽ ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെ എടുത്തുകൊണ്ടാണ് അതിങ്ങനെ നല്ല പൊടിയായിട്ട് കിട്ടുക. വറുത്ത് വെച്ച ചെമ്മീൻ
ഇതിലേക്ക് ചേർക്കുകയാണ്. അതും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കും. സ്പൂൺ വെച്ച് ചെയ്തിട്ട് എൻ്റെ കട്ടകളൊന്നും ഉടഞ്ഞ് മാറുന്നില്ല. അപ്പം ഞാനതുകൊണ്ട് എൻ്റെ കൈ ഉപയോഗിക്കാൻ പോവുകയാണ്. ഈ കൊഞ്ച് ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ആണെങ്കിൽ കൈ വെച്ച് തന്നെ ചെയ്യണം. ചൂടുണ്ട്. പിന്നെ മിക്സിങ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ടേസ്റ്റ് നോക്കാം. സെറ്റായി, സൂപ്പറായിട്ടുണ്ട്.